വെൽക്കം ടു അലാമി കിച്ചൻ. ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. 2 ടയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടയർ കേക്കിന് വേണ്ടിയിട്ട് 4 ലെയറായിട്ട് ഒരു 5 മുട്ടൻ്റെ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ക്രീം ചീസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ആ ക്രീം മാത്രം നമ്മളെടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലാണ് നല്ല ക്രീമായിട്ട് വരുള്ളൂ. അപ്പം നല്ലതുപോലെ നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രീമി ആയ ക്രീം ചീസിലേക്ക് നമ്മൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ക്രീം ചീസിൻ്റെ മിക്സ് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം സ്റ്റിഫ് ആണ്ട, അതിന് മുന്നേ തന്നെ നമുക്കിത് ക്രീം ചീസ് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ കിട്ടും. വിപ്പിംഗ് ക്രീം ഞാൻ ഫിയോനാണ് യൂസ് ചെയ്യൽ. എനിക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്ന നല്ല ടേസ്റ്റും തോന്നിയത് ഫിയോനൻ്റെ ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതിൽ ഐസ് മുഴുവനും അലിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടയർ കേക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ കുറച്ച് ക്രീം ഇട്ടിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. മുകളിൽ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ക്രീമിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലയിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുന്നുണ്ട്. അപ്പം ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട്, സാധാരണ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കൂടി ഇതിൻ്റെ മേലയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 ലെയറും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം. ഇത് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സ്പഞ്ച് 1 ദിവസം 2 ദിവസം മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ സമയമുണ്ടെങ്കിൽ എന്തായാലും അതുപോലെ ചെയ്തിട്ട് നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് എടുക്കാം. അടുത്തത് നമ്മൾ മേലത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടൻ്റെ 1/2 കിലോ വരുന്ന സ്പഞ്ചാണ് ചെയ്തത്. അതിലും സെയിം ഐസിങ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ക്രീം ഫ്രോസ്റ്റിംഗ് കൊടുക്കുക, ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിങ്ങും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും കൊടുത്തിട്ട് സെയിം ഫ്രോസ്റ്റിംഗ് തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. ഇത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. റെഡ് വെൽവെറ്റിൽ നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വേണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമൽ ഫ്രോസ്റ്റിംഗ് കൊടുക്കാം. പക്ഷേ റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് വരാൻ. പക്ഷേ ഈ ക്രീം ചീസിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ അത്ര എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് അതിന്. ഇതിപ്പോൾ വരുന്നത് 1.5 kgൻ്റെ 2 ടയർ കേക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് ഫസ്റ്റ് ടയറിനുള്ള കേക്ക് ക്രം കോട്ട് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് കവറിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്രീമിലും നമ്മൾ ക്രീം ചീസ് മിക്സ് ചെയ്ത ക്രീം തന്നെയാണ് പുറത്ത് ഔട്ടർ കവറും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ കവറിങ് കൊടുക്കുന്ന ആ ഒരു അത്രയൊരു നീറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു കേക്കിൻ്റെ ക്രംസ് ഇട്ടിട്ടൊന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത്ര ഫിനിഷിങ് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, എന്നാലും നമ്മൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് കേക്ക് ബോട്ടിലും ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിൽ കൊടുക്കുന്ന കേക്കും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. അതിൽ ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളതിൽ മേലിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സ്ക്രാപ്പറിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ 2 ടയർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ 200 ഗ്രാം ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തത്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും. ഇനി അത് 2 ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം 2 കളർ കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നിൽ ബ്ലൂ കളറും ഒന്നിൽ റെഡ് കളറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ കളർ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് കളർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും. ഇത് നമ്മൾ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലെല്ലാം യൂസ് ചെയ്യുന്ന ഈ ഒരു അരിപ്പക്കയിൽ അത് വെച്ചിട്ടാണ് നമ്മളിതിന് ഡിസൈൻ കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ അരിപ്പക്കയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ ഒരു കളർ ഒഴിക്കുക, എന്നിട്ട് മറ്റേ കളർ ഒഴിക്കുക, പിന്നെ ഒന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് പിന്നെ ഒന്നും കൂടിയും. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമുള്ള അത്രയും ചോക്ലേറ്റ് ഗനാഷ് കയ്യിലിൻ്റെ മേലയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇല്ലാത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കേക്കിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും സ്പ്രെഡായിട്ട് വരും. ഇതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് കിട്ടിയത്. ഇനി ഫസ്റ്റ് ടയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്കിനെ ഒന്ന് നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നല്ല ക്രംസായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഈ ഫസ്റ്റ് ടയറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് റെഡാക്കി എടുത്തത്. അത് നമുക്ക് നല്ല പതുക്കെ ഒരു സ്കാപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മെല്ലനെ ഒന്ന് കേക്കിലേക്ക് പിടിപ്പിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അധികം സ്പീഡാക്കണ്ട, മെല്ലനെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം കേക്ക് ബോർഡിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മേലത്തെ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്ത കേക്കായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് മറ്റേ കേക്കും കൂടി നമുക്കിതിൻ്റെ മേലയിൽ എടുത്ത് വെക്കാം. മേലയിൽ വെക്കുന്ന കേക്ക് നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മേലയിൽ എടുത്ത് വെക്കാവൂ. കാരണം ഗനാഷ് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, പെട്ടെന്ന് അത് സെറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും, പെട്ടെന്നായി കിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായതിന് ശേഷം മെല്ലനെ ഒരു സ്പാച്ചുല സപ്പോർട്ട് കൊടുത്തിട്ട് പതുക്കെ ഇതിൻ്റെ മേലയിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രീം പോയിട്ടുണ്ട്, അത് നമുക്ക് സൈഡ് ബോർഡർ കൊടുക്കുമ്പോൾ അതിൽ കവറായിക്കോളും. പിന്നെ ആ വൈറ്റ് പോർഷൻ മുഴുവനും കേക്ക് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് ബോർഡിലും കൂടി വൈറ്റ് ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കേക്കിന് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതിനുശേഷം അതിൽ ബോർഡറും കൂടി വരച്ച് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ഒരു ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയായി. ഇനി നമുക്ക് ടോപ്പറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു, അപ്പോൾ 3 വയസ്സിൻ്റെ. അപ്പോൾ 3 എന്നുള്ള ടോപ്പറും കൂടി വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. നമ്മുടെ അരിപ്പക്കയിൽ വെച്ചിട്ട് കൊടുത്ത ഒരു ഡിസൈനാണ് ഇതെന്ന് കണ്ടാൽ പറയില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്.
ക്രീം ചീസ് ഫ്രോസ്റ്റിങ് 900 റുപ്പീസിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.